മാഷയുടെ കുട്ടിക്കൃഷ്ണൻ മാഷയുടെ ഓർമ്മകളായവരൊക്കെ കേൾക്കാനിടയായി. കുട്ടിക്കൃഷ്ണൻ മാഷയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഗാസ കത്തുമ്പോൾ എന്ന വിഷയത്തെക്കുറിച്ച് എൻ്റെ ചില ബോധ്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 2 വർഷം മുമ്പ്, അതായത് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൻ്റെ മതിൽ തകർത്തുകൊണ്ട് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ഏതാണ്ട് 1500 പേരെ കൊലപ്പെടുത്തുന്നു, ഏതാനും പേരെ ബന്ദികളാക്കുന്നു. ഇവിടെ നിന്നാണ് ചരിത്രം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സാമാന്യ യുക്തി എല്ലായ്പ്പോഴും നമ്മുടെ ഇടയിലുള്ള ധാരാളം പേര്, ഒരുപക്ഷെ നമ്മൾ ബഹുമാനിക്കുന്ന പല നേതാക്കൾ പോലും ഹമാസ് എന്ന ഭീകര സംഘടന ഇങ്ങനെ ചെയ്തിട്ടല്ലേ ഈ പുകിലൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന ഒരു സാമാന്യ യുക്തിയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പരമ്പരാഗതമായ ഒരു നീതിബോധം, അതേപോലെ തന്നെ ഒരു സമീകരണ യുക്തി അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. എനിക്കതിന് മറുപടി പറയാൻ നോം ചോംസ്കിയുടെ വരികൾ മാത്രമാണ്. നോം ചോംസ്കി കവിതാ രൂപത്തിൽ ഇങ്ങനെ എഴുതി. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നോം ചോംസ്കിയുടെ വരികളാണ്. നിങ്ങൾ എൻ്റെ വെള്ളം കവർന്നു, എൻ്റെ ഒലീവ് മരങ്ങൾക്ക് തീയിട്ടു, എൻ്റെ ഭവനത്തെ തച്ചു തകർത്തു, എൻ്റെ തൊഴിലില്ലാതാക്കി, എൻ്റെ ഭൂമി കവർന്നെടുത്തു, എൻ്റെ പിതാവിനെ കാരാഗൃഹത്തിലാക്കി, എൻ്റെ മാതാവിനെ കൊന്നുകളഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി, എൻ്റെ രാജ്യത്തെ ബോംബ് പുതപ്പിച്ചു, ഞങ്ങളെ എല്ലാവരെയും പട്ടിണിക്കിട്ടു, എല്ലാ തരത്തിലും ഞങ്ങളെ അപമാനിച്ചു. പക്ഷേ തിരിച്ചൊരു റോക്കറ്റ് തൊടുത്തതോടെ, ശ്രദ്ധിക്കുക, പക്ഷേ തിരിച്ചൊരു റോക്കറ്റ് തൊടുത്തതോടെ കുറ്റം എൻ്റേതായി, കുറ്റം എൻ്റേതായി. എൻ്റെ വരികളല്ല, നോം ചോംസ്കി എന്ന അമേരിക്കൻ പണ്ഡിതൻ്റെ വരികളാണ്. സത്യത്തിൽ ഫലസ്തീൻ വിഷയത്തിൽ ഒരു ശരാശരി മലയാളിയുടെയൊക്കെ നിലപാട് ഇത് തന്നെ ആയിരിക്കില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. 2023 ഒക്ടോബർ 7 ഫലസ്തീൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു പുസ്തകത്തിൻ്റെ പേര്, ഖലീദി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ പുസ്തകത്തിൻ്റെ പേര് 100 Year War on Palestine എന്നാണ്. 100 Year War on Palestine. ഏതാണ്ട് 1917 പലസ്തീൻ ആരംഭിക്കുന്നത്, പലസ്തീൻ പ്രശ്നം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലളിത യുക്തി കൊണ്ട്, അതായത് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന എന്ന നമ്മുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഭീകര രാജ്യം എന്ന ചിത്രം നമ്മുടെ മനസ്സിലില്ലേ ഇല്ല. ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആ നിർമ്മിത യുക്തിയാണ് നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഏറ്റവും കൃത്യമായി തോന്നിയ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് എം സ്വരാജാണ്. ഈ സംഭവം നടന്ന് 4-ാം ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചിരുന്നു? ഓക്കെ. അദ്ദേഹം ജയമോഹനൻ്റെ 100 സിംഹാസനങ്ങൾ എന്ന് പറയുന്ന ആ നോവലിലെ ഒരു സന്ദർഭമെടുത്താണ് ഈ ഹമാസിൻ്റെ വിഷയം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഈ 100 സിംഹാസനങ്ങളിൽ ധർമ്മപാലൻ എന്ന് പറയുന്ന ഒരു നായാടി ഉദ്യോഗാർത്ഥി ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുകയാണ്. അപ്പം ആ ഉദ്യോഗാർത്ഥിയോട് ഈ ഇൻ്റർവ്യൂ ബോർഡ് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ നാളെ ഒരു ഉദ്യോഗസ്ഥനാവുന്നു, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഒരു പ്രശ്നം, നിങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ട ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വരുന്നു.
ഒരു നീതിയുക്തമായ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുന്നു. അതിൻ്റെ ഒരു വശത്ത് ന്യായവും മറുവശത്തൊരു നായാടിയുമാണെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? ഒരു വശത്ത് ന്യായവും മറുവശത്ത് നായാടിയുമാണെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? ഉദ്യോഗാർത്ഥിയായ ധർമ്മപാലൻ നായാടി വിഭാഗത്തിൽപ്പെട്ടവനാണ് എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ധർമ്മപാലൻ പറഞ്ഞു, എന്താണ് സാർ ധർമ്മം? എന്താണ് സാർ ന്യായം? ന്യായം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? ആ ധർമ്മത്തിലെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് സമത്വം എന്ന ആശയമല്ലേ? ആ സമത്വം എന്ന ആശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നായാടിയെയും മറ്റൊരാളെയും ചേർത്ത് നിർത്തുന്നതോടു കൂടി തന്നെ, രണ്ടു വശത്തായി നിർത്തുന്നതോടു കൂടി തന്നെ അവിടെ അനീതി നടന്നു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് നായാടി നിരപരാധിയാണ്, നായാടിയാണ് ന്യായത്തെക്കാൾ മുന്തിച്ചു നിൽക്കുക. നായാടി എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അപരാധമല്ല. എന്നിട്ട് അദ്ദേഹം ഈ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂറിൽ നായാടിമാരെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ ഈ ഇന്റർവ്യൂ ബോർഡിനോട് പറഞ്ഞു. ആരാണ് നായാടിമാരെന്ന് പറയുന്നത് പകല് സഞ്ചരിക്കാൻ അനുവാദം, പകല് സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ജാതി വിഭാഗത്തിൽപ്പെട്ടവർ എറിഞ്ഞു കൊല്ലുകയും, അതേസമയം രാത്രിഞ്ചരന്മാരായിരുന്നു. രാത്രി മാത്രമേ അവർക്ക് ജീവസന്ധാരണത്തിന് ഇര തേടി ഇറങ്ങാൻ പറ്റുള്ളൂ. ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും അവഹേളിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരു വിഭാഗമായിരുന്നു തിരുവിതാംകൂറിലെ നായാടിമാർ. അങ്ങനെ നായാടിമാരെ കുറിച്ച് പറഞ്ഞു. ഉടനെ ഈ ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുകയാണ്, ആ നായാടി ഒരു കൊലപാതകമാണ് ചെയ്തതെങ്കിലോ? അപ്പോഴും ഈ പറയുന്ന ധർമ്മപാലൻ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി പറയുക, കൊലപാതകമാണ് നായാടി ചെയ്തതെങ്കിലും നായാടി നിരപരാധിയാണ്. ഇതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഒരു സാധാരണ യുക്തിയിൽ ഒരു നായാടി ജാതിയിൽ എത്ര കീഴ്ഘടനയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജാതി ശ്രേണിയിൽ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണെങ്കിലും അവൻ ചെയ്ത തെറ്റ് കൊലപാതകമാണെങ്കിൽ അത് തെറ്റല്ലേ, അവൻ അപരാധിയല്ലേ എന്നാണ് നമ്മുടെ യുക്തി പറയുന്നത്. പക്ഷേ ഇതേ യുക്തി വെച്ചിട്ടാണ് എം സ്വരാജ് ഈ ഗാസ വിഷയത്തെ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലസ്തീനികൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ ഈ മതില് തകർത്ത് 1500 പേരെ അപ്പുറത്ത് പോയി കൊന്നിട്ടുണ്ടെങ്കിലും അത് ന്യായീകരിക്കപ്പെടും. എന്തുകൊണ്ട്? അത്തരമൊരു ചരിത്രത്തിലാണ് അവരൊരു നൂറ്റാണ്ടായിട്ട് ജീവിക്കുന്നത്. അത്രമേൽ അനീതി അവരോട് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു നൂറ്റാണ്ടായി അവരെ പീഡിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത്, ഒരുപക്ഷെ ഹമാസ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുന്ന ഒരാളല്ല നമ്മൾ ആരും തന്നെ. അതും ഒരു മതാത്മകമായിട്ടുള്ള രാഷ്ട്രമാണ് സങ്കല്പിക്കപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഹമാസിനെ നമുക്ക് തള്ളി പറയാനാവില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ശരിക്കും പലസ്തീൻ? എന്തുകൊണ്ടാണ് ഗാസ കത്തുന്നത്? എന്താണ് പലസ്തീൻ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, മനസ്സിലാവാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, ബുദ്ധമതം ഇന്ത്യയുടെ സംഭാവനയാണ്. ഇന്ത്യയിലാണ് ബുദ്ധമതം ആരംഭിച്ചിട്ടുള്ളത്. ബുദ്ധന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ധർമ്മചക്ര പ്രവർത്തനങ്ങളൊക്കെ തന്നെ പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ബീഹാറിലായിരുന്നു. സാരാനാഥ്, സാഞ്ചി ഇവയെല്ലാം, ലുംബിനി ഒരുപക്ഷെ നേപ്പാളിലാണ്, ജനിച്ച സ്ഥലം നേപ്പാളിലാണെങ്കിലും ബാക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സമസ്ത പ്രവർത്തനങ്ങളും നടക്കുന്നത് ബീഹാറിലാണ്. പക്ഷേ ഇന്ത്യയിൽ ജനിച്ച ബുദ്ധമതത്തിന് ഇന്ന് ഇന്ത്യയിൽ അധികം വേരുകളൊന്നുമില്ല. വളരെ അപൂർവമായ ചില സ്ഥലങ്ങളിൽ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമേ ബൗദ്ധരായിട്ട് ഇന്ന് ഇന്ത്യയിൽ ബാക്കിയുള്ളൂ. പക്ഷെ ഒരു കാലത്ത് ഏറ്റവും പ്രബലമായ മതസമുദായമായിരുന്നു ബൗദ്ധന്മാർ. പക്ഷേ ഇന്ത്യയിൽ നിന്നും നമ്മൾ പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്ത ഒരു ഐഡിയോളജിയാണ് ബുദ്ധമതം. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, തായ്വാൻ തുടങ്ങിയ എല്ലാ പ്രദേശവും, മലേഷ്യ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ, ഇന്തോനേഷ്യയിലൊക്കെ തന്നെ
ബുദ്ധമതമാണ് ഏറ്റവും പ്രബലമായ മതം. 20-ാം നൂറ്റാണ്ടില് ജപ്പാനിലെ നല്ല പൈസക്കാരായിട്ടുള്ള ബുദ്ധമതാനുയായികൾ തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ മതസ്ഥാപകന്റെ നാട് ഇങ്ങ് ഇന്ത്യയിലെ ബീഹാറാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ മതത്തിൻ്റെ പ്രധാന കേന്ദ്രമായ ആ സ്ഥലം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ബീഹാറിൽ പല ഗ്രാമങ്ങളും പൈസ കൊടുത്ത് വാങ്ങുന്നു. ആദ്യം കുറേ പൈസക്കാർ പൈസ കൊടുത്ത് സ്ഥലം വാങ്ങുന്നു. പിന്നെ ഏതാണ്ട് പതിറ്റാണ്ടുകളിലൂടെ കുറേ പേര് ഒരു നൂറ്റാണ്ടിനിടയിൽ വന്ന് അവസാനം ബീഹാരികളെ പുറത്താക്കുന്നു. ഇത് കാരണം അവർ പറയുന്ന ന്യായം, ഇത് ഞങ്ങളുടെ പ്രവാചകന്റെ ജന്മസ്ഥലമാണ്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്ക് വേറെ മാതൃഭൂമിയൊന്നുമില്ല, ബുദ്ധമതക്കാർക്ക് വേറെ ലോകത്ത് മാതൃഭൂമിയൊന്നുമില്ല, അപ്പം ഞങ്ങളുടെ മാതൃഭൂമി ഇതാണ്, നമ്മൾ സമ്മതിക്കുക. സിമ്പിളാണ്, അത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ ജീവന്റെ അവസാനത്തെ ശ്വാസം വരെ അതിനോട് പോരാടും. ഇപ്പം നിങ്ങളിപ്പം ഈ പറയുന്ന ഗാസയിൽ കാണുന്നത് അതാണ്. 1917 മുതലാണ് ഗാസയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പലസ്തീനിൽ പ്രശ്നം വരുന്നത്. അതിനു മുമ്പ് പലസ്തീനിൽ ഒരു പ്രശ്നവുമില്ല. പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ചെറിയ മൈനറായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതും തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ചെറിയ രീതി പറയുകയാണ്, ഇതൊരു മതപ്രശ്നമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് ജൂതമതവും ഇസ്ലാം മതവും തമ്മിലുള്ള സംഘർഷമല്ല. ജൂതമതവും ഇസ്ലാം മതവും 1917 വരെ സംഘർഷത്തിലേ അല്ല, നല്ല സൗഹൃദത്തിലാണ്. ഇനി ആരാണ് ഈ പറയുന്ന പലസ്തീനിലെ ജൂതന്മാരെ ഉപദ്രവിച്ചിട്ടുള്ളത്? അത് ഇസ്ലാം വരുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. 7-ാം നൂറ്റാണ്ടിൽ 638-ലാണ് 2-ാം ഖലീഫ ഉമർ ഈ പ്രദേശം കീഴടക്കുന്നത്, റോമ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്ന പലസ്തീൻ കീഴടക്കുന്നത്. അതുവരെ ആരൊക്കെയോ കയറി ഇറങ്ങിയിട്ടുണ്ട് ഈ പ്രദേശത്ത്. അതില് ഇവരെ ഉണ്ട്, ഗ്രീക്കുകാരുണ്ട്, റോമക്കാരുണ്ട്. അതിനു മുമ്പായിട്ട് മറ്റേ സോമനി, ഒരുപാട് രാഷ്ട്രീയ അതിമോഹങ്ങളുടെ ശവപ്പറമ്പാണ് ഈ പറയുന്ന പലസ്തീൻ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ 3 പ്രധാന മതവിഭാഗക്കാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് പലസ്തീൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും തുല്യമായി പ്രാധാന്യമുള്ള ഒരു പ്രദേശം. ഒപ്പം തന്നെ ഒരു 5000 വർഷത്തെ ചരിത്രമാണ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ ബൈബിളിൽ പറയുന്ന അബ്രഹാമിന്റെ വാഗ്ദത്ത ഭൂമി എന്നൊരു പരാമർശമുണ്ട്. ആ പരാമർശത്തിന്റെ പേരിലാണ് ഇത് ഞങ്ങളുടെ മാതൃരാജ്യമാണ്, ഞങ്ങളുടെ രാജ്യം സ്ഥാപിക്കേണ്ടത് ഇവിടെയാണ് എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം പറയുന്ന പോയിന്റ്, നമുക്ക് കിട്ടിയിട്ടുള്ള, പ്രത്യേകിച്ചും വെസ്റ്റേൺ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പൊതുധാരണ എന്ന് പറയുന്നത്, ഇത് ഇസ്ലാമും ജൂതമതവും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമാണ് ഇപ്പം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയുന്നു 7-ാം നൂറ്റാണ്ടിലാണ് ഈ ഇസ്ലാം ആവിർഭവിക്കുന്നത്. ഇസ്ലാം 7-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്തിന്റെ ആധിപത്യത്തിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം 15-ാം നൂറ്റാണ്ടോടുകൂടി ഈ പ്രദേശത്തിന്റെ ആധിപത്യം ഓട്ടോമൻ ടർക്സ് എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കാലത്തുടനീളം നീണ്ട 7-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിലെ 1917 വരെ ഈ 2 സമുദായങ്ങളും നല്ല സ്നേഹത്തോടുകൂടി പാരസ്പര്യത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പം ഇതില് പിന്നെ സംഘർഷം ആരംഭിക്കുന്നത് എന്നാണ്, അതിലേക്ക് ഞാൻ വരാം. സത്യത്തില് ഈ മദീന ഉടമ്പടി, നബിയുടെ കാലത്തെ മദീന ഉടമ്പടി എന്ന് പറയുന്നത് ജൂതന്മാരുമായിട്ടാണ്. അപ്പം അവർക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു ഉടമ്പടിയായിരുന്നു മദീന കരാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ അബ്ബാസിഡ് പീരീഡിൽ 18ഓളം മന്ത്രിമാര് ജൂത വിഭാഗത്തിൽ നിന്ന് അവരുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അത്രമേൽ ഹൃദയബന്ധം ഈ 2 സമുദായങ്ങളും. ഇനി അവർ തമ്മിൽ അവരുടെ ആചാരങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക.
മുസ്ലിങ്ങളെ പോലെ തന്നെ തൊപ്പി ധരിക്കുന്നു, മുസ്ലിങ്ങളെ പോലെ തന്നെ പന്നി മാംസം കഴിക്കുന്നില്ല, മുസ്ലിങ്ങളെ പോലെ തന്നെ സുന്നത്ത് കല്യാണം കഴിക്കുന്നു, മുസ്ലിങ്ങളെ പോലെ തന്നെ നല്ല എന്താ പറയുക പാട്രിയാർക്കലാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷാധിപത്യ ക്രമമാണ്, കുടുംബ ഘടന എന്ന് പറയുന്നത് പുരുഷാധിപത്യപരമാണ്. അപ്പം എല്ലാ അർത്ഥത്തിലും ഈ മുസ്ലിങ്ങളുടെ ആരാധനക്രമവുമായിട്ട്, അതുപോലെ തന്നെ ഷാലോം എന്നാണ് അവർ സലാം പറയുന്നത്. മുസ്ലിങ്ങൾ സലാം പറയുമ്പോൾ അവർ ഷാലോം പറയുന്നു. എല്ലാ അർത്ഥത്തിലും വലിയ ഐക്യമാണ് ഇവരുണ്ട്. പിന്നെ ആര് തമ്മിലാണ് പ്രശ്നം ഉണ്ടായത് ക്രിസ്ത്യാനിറ്റിയുമായിട്ടാണ്. കാരണം ക്രിസ്ത്യാനിറ്റിക്ക് ജുദായിസത്തെ അല്ലെങ്കിൽ ജൂതന്മാരെ സഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? ഇതുകൊണ്ടായിരിക്കും. യേശുവിനെ കുരിശിലേറ്റി കൊലപ്പെടുത്തിയത് ഇവരാണ്, ജൂതന്മാരാണ്. എന്ന് മാത്രമല്ല AD 70 ഒന്നാം നൂറ്റാണ്ടില് ടൈറ്റസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയുടെ സൈന്യാധിപൻ ഈ സോളമന്റെ ക്ഷേത്രമടക്കം തകർത്തുകൊണ്ട് ജൂതന്മാരെ ഈ പലസ്തീൻ പ്രദേശത്ത് നിന്ന് കുടിയിറക്കി. സത്യത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട സമയം എന്ന് പറയുന്നത് റോമ ചക്രവർത്തിയുടെ ഭരണകാലത്താണ്. AD 1-ാം നൂറ്റാണ്ട് AD 70 ടൈറ്റസ് ഇവരുടെ ക്ഷേത്രം തകർക്കുന്നു. അവരൊരു ചെറിയ കലാപമുണ്ടാക്കിയെന്നാണ്, റോമൻ സാമ്രാജ്യത്തിനെതിരെ കലാപമുണ്ടാക്കിയെന്ന പരാതിയിലാണ് ഇവരെ പൂർണ്ണമായും ഈ പലസ്തീൻ പ്രദേശത്ത് നിന്ന് പുറത്താക്കുന്നു. അവര് ചിതറുന്നു, അവര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യണം. നമ്മളെ നാട്ടിലേക്കും വന്നു ഒരു കൂട്ടര്, മട്ടാഞ്ചേരിയിലൊക്കെ അവര് ജൂത കുടിയേറ്റം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്തത്? നമ്മളവർക്ക് മാക്സിമം സഹായം ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ ഭരണാധികാരികൾക്ക് ഇവർക്ക് 72ഓളം അവകാശങ്ങൾ ചാർത്തിക്കൊടുക്കുന്ന രേഖകൾ നമ്മോട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതേപോലെ തന്നെ മൊറോക്കോയിലാണ് ഏറ്റവും കൂടുതൽ, ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ളത് മൊറോക്കോയിലാണ്. ഒരു മുസ്ലിം രാജ്യത്താണ്. പക്ഷെ അവിടെ ഏറ്റവും സുഖകരമായ ജീവിതമാണ് അവർ നയിച്ചിട്ടുള്ളത്, എന്നേവരെ നയിച്ചിട്ടുള്ളത്. അവർക്കെതിരെ യാതൊരു തരത്തിലുള്ള പെർസിക്യൂഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് പൊതുവെ ഏഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പാർത്ത, പലായനം ചെയ്തു വന്ന 1-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലായനം ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയ ജൂതന്മാരിൽ ഏഷ്യ ആഫ്രിക്ക രാജ്യങ്ങളിൽ എത്തിപ്പെട്ടവർക്കൊന്നും യാതൊരു തരത്തിലുള്ള പീഡനവും അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷേ യൂറോപ്പിൽ കഥ തിരിച്ചായിരുന്നു. നിങ്ങൾ ഷേക്സ്പിയറിന്റെ ഷൈലോക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾക്കറിയാം. ഏറ്റവും നികൃഷ്ടനായ കൊള്ളപ്പലിശക്കാരനായിട്ടാണ് ഷേക്സ്പിയർ ഷൈലോക്ക് എന്ന് പറയുന്ന ജൂത വ്യാപാരിയെ ചിത്രീകരിക്കും, അല്ലേ? നമ്മള് ഷേക്സ്പീരിയൻ കഥാപാത്രങ്ങളിലെ ഏറ്റവും നികൃഷ്ടനാണ് ഷൈലോക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ നിസിം എസക്കീൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു ജൂത കവി ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത്, 20-ാം നൂറ്റാണ്ടിലെ നിസിം എസക്കീൽ എന്ന് പറയുന്ന ബോംബെക്കാരനായിട്ടുള്ള നമ്മുടെ ഒരു ജൂതമതാനിയായ ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, അദ്ദേഹം ബോംബെയിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ്സ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് യേശുവിനെ കൊന്നവൻ എന്നായിരുന്നു. ടി രാമലിംഗപിള്ളയുടെ നിങ്ങളുടെ മലയാളം ഡിക്ഷണറി എടുത്തിട്ട് നോക്കുക, യഹൂദൻ എന്നുള്ളതിന്റെ നേരെ എന്താണെന്നുള്ളത് നികൃഷ്ടൻ എന്നാണ് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞ യൂറോപ്യൻ അനുഭവം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, യൂറോപ്പിലുടനീളം ടെസ്സിയുടെ ഒരു വർക്കുണ്ട്, ക്യാപിറ്റലിസം ആൻഡ് ജ്യൂസ് ആൻഡ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന വർക്കിൽ എന്തുകൊണ്ടാണ് യൂറോപ്പിൽ ഇത്രമേൽ ഭീകരമായിട്ടുള്ള ജൂതവിരോധം പടർന്നത് എന്നുള്ളതിന് അവർ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ക്യാപിറ്റലിസം വളരുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട മണി ലെൻഡിങ്, ഈ കാശ് പണയത്തിന് കൊടുക്കുന്ന കൊള്ളപ്പലിശ വാങ്ങുന്ന വിഭാഗമായിരുന്നു ഇവർ. അതുകൊണ്ട് തന്നെ യൂറോപ്പിലുടനീളം ഈ പറയുന്ന ഒരു
ജൂത വിരുദ്ധത നിങ്ങൾക്ക് അതിന്റെ ഏറ്റവും പാരമ്യതയിലാണ് നിങ്ങൾക്ക് ജർമ്മനിയിൽ ആരെ കാണാൻ പറ്റുന്നത്? നാസി കാലഘട്ടത്തില് ഹിറ്റ്ലറുടെ ജൂത വിരുദ്ധത. നിങ്ങൾക്കറിയാം, 65 ലക്ഷം ജൂതന്മാരെയാണ് ഹിറ്റ്ലർ കൊന്നൊടുക്കിയിട്ടുള്ളത് പല വകുപ്പുകളിലൂടെ. അത്രമേൽ ഭീകരമായ ജൂത വിരുദ്ധത, ആന്റിസെമിറ്റിസം ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പിലാക്കിയതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? മീൻ കാഫ് വായിച്ചാൽ മതി. മീൻ കാഫിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഓസ്ട്രിയയിലെ കുട്ടിക്കാലത്ത് ഓസ്ട്രിയയിലെ തെരുവിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം സമ്പന്നമായിട്ട് ഈ പറയുന്ന പലിശക്ക് പണം കൊടുത്തുകൊണ്ട് സമ്പന്നമായിട്ടുള്ള ഈ ജൂത വിഭാഗത്തെ കാണുന്നുണ്ട്, അവരുടെ വീട് കാണുന്നുണ്ട്, തൊട്ടടുത്ത് തദ്ദേശീയരുടെ കുടിലുകൾ കാണുന്നുണ്ട്. അപ്പൊ ഈ സമ്പത്ത് ഒരിക്കൽ ഞാൻ നശിപ്പിക്കുമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് മീൻ കാഫില് തൻ്റെ ആത്മകഥയിൽ ഹിറ്റ്ലർ പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഏഷ്യയിലോ ആഫ്രിക്കയിലോ ഈ പലായനം ചെയ്ത് വന്ന് കൊടിയേറി വന്ന വിഭാഗം, ജൂത വിഭാഗത്തോട് നമ്മിൽ ഒരാളായിട്ട് നമ്മൾ സ്വീകരിച്ചപ്പോൾ യൂറോപ്പിലുടനീളം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി വോൾട്ടെയർ ആണ്. ഇപ്പൊ വോൾട്ടെയർ 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ദാർശനികനായിട്ടുള്ള വോൾട്ടെയർ 18-ാം നൂറ്റാണ്ടിൽ എഴുതിയത് ഞാൻ വായിക്കുകയാണ്. അവർ ജൂതർ എല്ലാവരും തീവ്ര മതഭ്രാന്തുള്ള മനസ്സുമായി ജനിച്ചവരാണ്. സ്വർണ്ണത്തലമുടിയിലുള്ള ബ്രിട്ടീഷ് ജർമ്മൻകാരെ പോലെ ഇക്കൂട്ടർ ഒരിക്കൽ ഒരു നശീകരണ ശേഷിയുള്ള വംശമായി മാറുകയാണെങ്കിൽ ഞാൻ ഒട്ടും അത്ഭുതപ്പെടുകയില്ല. ജർമ്മൻകാരെ പോലെ ഇക്കൂട്ടർ ഒരിക്കൽ ഒരു നശീകരണ ശേഷിയുള്ള വംശമായി മാറുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അത്ഭുതപ്പെടില്ല. അങ്ങനെ വോൾട്ടെയർ എന്നൊക്കെ പറയുന്നത് 18-ാം നൂറ്റാണ്ടിൽ ലോകം ആദരിക്കുന്ന ദാർശനികനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അടിത്തറ പാകിയ ദാർശനികനാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന ജൂതവിരുദ്ധത, എത്രമേൽ ശക്തമായ ജൂതവിരുദ്ധത. അപ്പൊ പറഞ്ഞു വരുന്നത്, ജൂതവിരുദ്ധതയുടെ ഉറവിടം യൂറോപ്പാണ്. ആനുഷംഗികമായിട്ടൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. അതായത് ഓഷോയുടെ ഒരു നിരീക്ഷണമുണ്ട്. ഓഷോ പറയുന്നത്, യേശുവിനെ കൊന്ന ജൂതരെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി യൂറോപ്പിലെ ക്രിസ്ത്യൻ ഭരണാധികാരികളെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ അറബ് രാജ്യങ്ങൾക്ക് നടുവിൽ ഇങ്ങനെ ഒരു ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നതും നിതാന്തമായ അശാന്തിയിൽ അവർ കഴിഞ്ഞിട്ട് അവരുടെ വിഭവങ്ങൾ മുഴുവൻ തന്നെ യുദ്ധത്തിന് ചെലവഴിച്ചുകൊണ്ട് അവർ നിതാന്തമായിട്ട് കഷ്ടപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഒരു നിരീക്ഷണം. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഓഷോ എന്ന് പറയുന്ന ആചാര്യ രജനീഷ് അങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇനി ഈ 500 വർഷത്തെ ചരിത്രത്തിലേക്ക് വെറുതെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് 5000 വർഷത്തെ ചരിത്രമുണ്ട് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തിന്. ദാവൂദ് രാജാവിന് അല്ലെങ്കിൽ ഡേവിഡ് രാജാവ് ബേസി 1000-ലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയത്. ദാവൂദ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതിനുശേഷം അസീറിയ, ബാബിലോണിയ, പേർഷ്യൻ, സിറസ് തുടങ്ങിയിട്ടുള്ള രാജാക്കാണ്. സിറിയക്കാര് ഭരിച്ചിട്ടുണ്ട്, ബാബിലോണിയക്കാര് ഭരിച്ചിട്ടുണ്ട്, പേർഷ്യക്കാര് പിന്നീട് ഭരിക്കുന്നുണ്ട്. അതിനുശേഷം ഗ്രീക്കുകാര് അലക്സാണ്ടറിന്റെ കീഴിലാവുന്നുണ്ട് പലസ്തീൻ. അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ AD 70-ലാണ് ഈ പറയുന്ന ടൈറ്റസ് ഇത് കീഴടക്കുന്നതും അവിടെയുള്ള ജൂതന്മാരെ പുറത്താക്കുന്നു. ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. 1917 വരെ, 17ന്റെ പ്രാധാന്യം ഞാൻ പിന്നെ പറയാം. 1917 വരെ ഈ പലസ്തീൻ പ്രദേശത്ത് 5000-ൽ താഴെ ജൂതന്മാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് അടിവരയിട്ട് പറയാണ്. 20-ാം നൂറ്റാണ്ട് വരെ ഈ പറയുന്ന പലസ്തീൻ ദേശത്ത് ആകെയുള്ള ജൂതന്മാര് 5000-ൽ താഴെയായി.
AD 638 അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലാണ് രണ്ടാം ഖലീഫ ഉമറിന്റെ ഭരണത്തിലേക്ക്, അങ്ങനെ ഇസ്ലാമിക ഭരണത്തിലേക്ക് വരുന്നത്. അത് പിന്നീട് തുടർന്ന് 16-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ഇതിനിടയിൽ ഒരു കുരിശുദ്ധം നടക്കുന്നുണ്ട്. ഈ പറയുന്ന ആരാധനാ കേന്ദ്രങ്ങളൊക്കെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കയ്യിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ 12-ാം നൂറ്റാണ്ടാവുമ്പം അയ്യൂബി എന്ന് പറയുന്ന, സലാദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി തിരിച്ചു പിടിക്കുന്നുണ്ട്. ആ തിരിച്ചു പിടിക്കുന്നതിൽ അവിടുത്തെ ജൂതന്മാര് സലാഹുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയോടൊപ്പം റോമ ചക്രവർത്തിമാർക്കെതിരായിട്ട് പോരാടി എന്നുകൂടെ നിങ്ങൾ ആനുഷംഗികമായിട്ട് ഓർക്കും. ഇനിയാണ് പ്രശ്നം. 19-ാം നൂറ്റാണ്ട് വരെ, 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ, അല്ലെങ്കിൽ 1917 വരെ ഈ പ്രദേശം ഭരിച്ചിരുന്നത് തുർക്കിയിലെ സുൽത്താൻമാരായിരുന്നു. ഓട്ടോമൻ തുർക്സ് എന്ന് പറയുന്ന ഓട്ടോമൻ തുർക്കികളുടെ കീഴിലായിരുന്നു ഈ മുഴുവൻ പ്രദേശം. ആ സമയത്ത് ജൂതന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വലിയ ഹൃദയ ഐക്യത്തോടു കൂടിയായിരുന്നു ജീവിച്ചിരുന്നത്. റഷ്യയിൽ നിന്ന് പോലും നിഷ്കാസിതരാക്കപ്പെട്ട ജൂതന്മാരെ കുടിയിരുത്താൻ വേണ്ടി ഈ സുലൈമാൻ എന്ന് പറയുന്ന ഓട്ടോമൻ രാജാവ് പല പ്ലാനുകളും ചെയ്യുന്നു. അപ്പൊ ഈ പറയുന്ന വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഓട്ടോമൻ രാജാക്കന്മാര് ജൂതന്മാരെ ഇവിടെ കൊണ്ട് കുടിയിരുത്തുന്നുണ്ട്. മുസ്ലിങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒന്നിച്ചാണ് നബി മൂസ മൗസിം എന്ന് പറയുന്ന, അതായത് മോസസിനെ സ്മരണ ഉയർത്തുന്ന ഒരു ആഘോഷമാണ് പാർസികളുടെ. ആ ആഘോഷം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒന്നിച്ച് 19-ാം നൂറ്റാണ്ട് വരെ ആഘോഷിക്കുന്ന രീതിയിലുള്ള ഒരു പാരസ്പര്യം ഈ പറയുന്ന പ്രദേശത്തുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല, ചരിത്ര രേഖകൾ വെച്ചാ പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ. 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഈ പ്രദേശം ഒരു സംഘർഷ പ്രദേശമായിട്ട് മാറുന്നത്. അതിന് കാരണം 1896-ൽ തിയോഡോർ ഹെർസൽ എന്ന് പറയുന്ന സിയോണിസത്തിന്റെ ആദ്യ പ്രയോക്താവായിട്ടുള്ള ഹെർസൽ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, ദി ജൂവിഷ് സ്റ്റേറ്റ്. ആ ജൂവിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന പ്രദേശം, അതായത് പലസ്തീൻ എന്ന് പറയുന്നത് ആൾ താമസമില്ലാത്ത പ്രദേശമാണ്. ആളില്ലാത്ത രാജ്യത്ത് രാജ്യമില്ലാത്ത ജൂതന്മാർക്ക് ഇടം കണ്ടെത്തുക എന്നായിരുന്നു. രാജ്യമില്ലാത്ത ജൂതന്മാർക്ക് ആൾ താമസമില്ലാത്ത പ്രദേശത്ത് രാജ്യം കണ്ടെത്തുക, അതാണ് ഈ പറയുന്ന സിയോണിസം എന്ന് പറയുന്ന ആശയം. അതിന് തുടക്കം കുറിക്കുന്നത് 1897 തിയോഡോർ ഹെർസൽ എന്ന് പറയുന്ന ഒരു ജൂത പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. അതിനുശേഷം എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് നടക്കുന്നത് പല പ്രദേശങ്ങളിൽ നിന്ന്. പക്ഷെ ആ ഹെർസൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ, അതായത് അഥവാ നമുക്ക് ഈ പലസ്തീൻ പ്രദേശം കിട്ടുന്നില്ല, ഒരു ജൂത രാഷ്ട്രം സ്ഥാപിക്കാൻ ആ സ്ഥലം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് അർജന്റീനയും പരിഗണിക്കാമെന്നാണ്. അപ്പൊ അതിനത്ര വലിയ, ഈ പ്രദേശത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കൽപ്പിച്ചിട്ടില്ല, എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതിന് തെളിവാണ് ഇതിന്റെ ആദ്യത്തെ പ്രയോക്താവായിട്ടുള്ള ഹെർസൽ പറയുന്നത് പലസ്തീൻ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് അർജന്റീന എന്ന സൗത്ത് അമേരിക്കയിലാണ്, അവിടെ ആയാലും മതിയെന്ന്. എന്നാൽ അങ്ങനെയാണ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാശുകാരായിട്ടുള്ള ജൂതന്മാര് ഇവിടെ വന്ന് അന്നത്തെ ആ പ്രദേശത്തെ ലാൻഡ് ലോഡ്സിൽ നിന്നും കുറേശ്ശെ ഭൂമി വാങ്ങുന്നു. ഇപ്പൊ നിങ്ങൾ 1917 പലസ്തീനിന്റെ ഭൂപടം എടുത്തു വെച്ചിട്ട് 2025 ഇപ്പൊ പലസ്തീൻ പ്രദേശം എത്ര ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1917 ഉണ്ടായിരുന്ന പലസ്തീന്റെ, അല്ലെങ്കിൽ 1947 ഉണ്ടായിരുന്ന പലസ്തീന്റെ ഏതാണ്ട് 70% ഇസ്രായേലിന്റെ കയ്യിലേക്ക് മാറിയിരിക്കുന്നു.
ബാക്കി വരുന്ന ഗസയും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ചെറിയ 2 തുരുത്താണുള്ളത്. ആ തുരുത്തിലുള്ള ജനങ്ങളെ, അതിലൊരു 22 ലക്ഷം മനുഷ്യരെ മാത്രമാണ് ഉള്ളത്. ആ 22 ലക്ഷം മനുഷ്യരിൽ ഈ 2 കൊല്ലം കൊണ്ട് 10 ലക്ഷം പലായനം ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളവരെ കൂടെ ഇവിടെ നിന്ന് തുരത്തി ഓടിച്ച് ഈജിപ്തിലേക്ക് അവർ പലായനം ചെയ്ത് അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുക എന്നുള്ളതാണ് ഈ പ്ലാന്, നമ്മുടെ നെതന്യാഹുവിൻ്റെ പ്ലാന്, അല്ലെങ്കിൽ നമ്മുടെ ട്രംപിനും നെതന്യാഹുവും ചേർന്നെടുത്ത പ്ലാന്. അപ്പോൾ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു യുദ്ധമല്ല, അധിനിവേശത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം തുടങ്ങിയത് 1948-ലാണ്. 1919 ബ്രിട്ടീഷുകാരുടെ എതിർപക്ഷത്തായിരുന്നു തുർക്കിയുടെ കീഴിലായിരുന്നു പലസ്തീൻ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ യുദ്ധം അവസാനിച്ചപ്പോൾ ഫ്രാൻസും, അതായത് അലൈഡ് പവേഴ്സ് ഫ്രാൻസും ഇംഗ്ലണ്ടും തോൽപ്പിക്കപ്പെട്ട തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ പങ്കിട്ടെടുക്കുകയാണ്. അതിലൊരു പങ്ക് കിട്ടിയത്, ഈ പ്രദേശം കിട്ടിയത് ബ്രിട്ടീഷുകാർക്കാണ്. ആ ബ്രിട്ടീഷുകാരാണ് പിന്നീട് 47 വരെ ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പലസ്തീൻ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ UN എന്ന് പറയും, യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ, UN അല്ല, യുണൈറ്റഡ് നാഷൻസിൻ്റെ അംഗീകാരം കിട്ടുന്നത്, മാൻഡേറ്റ് കിട്ടുന്നത് കൊണ്ടാണ് മാൻഡേറ്റ് പ്രദേശം എന്നായിരുന്നു ഇതറിയപ്പെട്ടത്. പക്ഷേ 1948 ബ്രിട്ടീഷുകാരുടെ മാൻഡേറ്റ് ഓഫീസുകൾ നിലനിൽക്കുന്ന കിങ് ഡേവിഡ് ഹോട്ടൽ ആദ്യമായിട്ട്, വെസ്റ്റ് ഏഷ്യയിൽ ആദ്യമായിട്ട് ഏറ്റവും ഭീകരമായ ഒരു ബോംബാക്രമണം, വെസ്റ്റ് ഏഷ്യയുടെ, പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബോംബാക്രമണം നടക്കുന്നത് 1947-ലാണ്. അത് നടത്തിയത് ജൂതന്മാരുടെ സീക്രട്ട് സംഘടനയായ ഇഗ്നു എന്ന് പറയുന്ന സംഘടനയാണ്. അത് നടത്തിയത് കിങ് ഡേവിഡ് ഹോട്ടലിന് നേരെയാണ്. 90 പേര് മരണപ്പെടുന്നു. എന്തിനാണ് ആ ഹോട്ടൽ ആക്രമിച്ചത്? അത് ബ്രിട്ടീഷുകാർ ഈ 40 കൊല്ലത്തിനിടയിൽ ഈ ജൂതരാഷ്ട്ര സംസ്ഥാപനം വൈകിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ്. അപ്പം ഞാൻ പറയുന്നത്, പശ്ചിമേഷ്യയിൽ നമ്മൾ ബോംബ് അല്ലെങ്കിൽ ഭീകരാക്രമണം എന്നൊക്കെ കേട്ടാൽ ഉടനെ ഒരു പ്രത്യേക സമുദായത്തിലേക്കാണ് പോകുക. പക്ഷേ പശ്ചിമേഷ്യയിൽ ആദ്യമായിട്ട് ബോംബ് സംസ്കാരവും ഭീകരാക്രമണ സംസ്കാരവും ആദ്യം ചെയ്തത് ജൂതന്മാരാണ്. അത് ഈ കിങ് ഹോട്ടലിന് നേരെയായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സ്ഥലം വേണ്ട, ഇതാകെ പ്രശ്നമാണ്, അതുകൊണ്ട് UN എന്താ വേണ്ടത് ചെയ്തോന്ന് വെച്ചു. അങ്ങനെ UN കൊടുക്കുന്നു. UN ഒരു തീരുമാനമെടുക്കുന്നു, 3 രാജ്യമായിട്ട് ഈ പ്രദേശം വിഭജിക്കാം. ഒന്ന് ഇസ്രായേൽ, ഒന്ന് പലസ്തീൻ, ഒന്ന് ജെറുസലേം എന്ന് പറയുന്ന സ്വതന്ത്ര പ്രദേശം. 2 കൂട്ടർക്കും പ്രവേശനാനുമതിയുള്ള പ്രദേശം. പക്ഷേ ഇത് അംഗീകരിക്കാൻ പലസ്തീനോ മറ്റ് അറബ് രാജ്യങ്ങളോ തയ്യാറായില്ല. അവർ യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിൽ ഇസ്രായേല് ജയിക്കുന്നതോടുകൂടി കൂടുതൽ പ്രദേശങ്ങൾ ഇസ്രായേൽ കീഴടക്കുന്നു. ഇസ്രായേലിൻ്റെ പഴയ പലസ്തീൻ്റെ 70% പ്രദേശങ്ങളും ഇസ്രായേലിൻ്റെ കയ്യിലാവുന്നു. പിന്നീട് 70കളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, 6 ദിവസത്തെ യുദ്ധം. ആ യുദ്ധത്തിൽ ഈ പറയുന്ന ഗാസയും വെസ്റ്റ് ബാങ്കും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ കയ്യിലാവുന്നു. ഇപ്പം നിങ്ങൾ കാണേണ്ടത്, കഴിഞ്ഞ 50 വർഷമായിട്ട് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും, ഇപ്പം ഗാസയിൽ ഭരണം നടത്തുന്നത് ആരാണ്? ഹമാസാണ്. ഹമാസ് ഒരു ഭീകര സംഘടന എന്ന് വിളിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഹമാസ് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നൊരു പാർട്ടിയാണ്. ഹമാസ് തീർച്ചയായിട്ടും ഈ മതാത്മകമായ ഒരു രാഷ്ട്രം വിഭാവനം ചെയ്യുന്നവരാണ്. പക്ഷേ ഹമാസ് പൊരുതുന്നത് തങ്ങളുടെ ജനതയോട് നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള അധിനിവേശത്തിനെതിരായിട്ടാണ്. 1948-ലാണ് UNO ഈ തീരുമാനം 3ആയിട്ട് വിഭജിക്കാൻ തീരുമാനിച്ചതും 2 കൂട്ടർ അത് സമ്മതിച്ചില്ല. പക്ഷേ ബെൻഗുനിയാൻ എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്രായേൽ എന്ന സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടായതായിട്ട് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ 1948 ഇസ്രായേൽ ഉണ്ടാവുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലം
ഇവിടെ നടക്കുന്നത് അതിഭീകരമായ പൈശാചികമായ കടന്നുകയറ്റമാണ്. അപ്പൊ ഇതൊരു യുദ്ധമല്ല, ഇതൊരു അധിനിവേശമാണ്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരം പുറത്തു നിന്ന് വന്നവര് ഏറ്റെടുക്കുകയും അവരെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യുന്ന അതിനിഷ്ഠൂരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് 2 വർഷം മുമ്പുള്ള ഒക്ടോബർ 7. ഒക്ടോബർ 7 ഒരു സുപ്രഭാതത്തിൽ മുളച്ചതല്ല, മറിച്ച് അതിനൊരു നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്, നൂറ്റാണ്ടിന്റെ പീഡനത്തിന്റെ ചരിത്രമുണ്ട്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഹമാസ് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത്. അപ്പൊ ഈ ഹമാസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇപ്പം ഗാസയിലെ രക്ഷിതാക്കൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമാവും. ഓരോ പിറക്കുന്ന കുഞ്ഞിന്റെ കയ്യിലും കാലിലും ചുമലിലും തലയിലും ചെവിയിലുമൊക്കെ പച്ച കുത്തുന്നുണ്ട്. അവരുടെ പേര് പച്ച കുത്തുന്നുണ്ട്. പച്ച കുത്തലൊന്നും സത്യത്തിൽ ഇസ്ലാമികമല്ല. പക്ഷെ ഇപ്പം ഈ പറയുന്ന ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നടക്കുന്നത് പച്ചകുത്തലാണ്. പിതാക്കന്മാർ എന്ത് ചെയ്യുന്നു? സ്വന്തം കുട്ടികളുടെ പേരും വിലാസവും പച്ചകുത്തുന്നു. എന്തുകൊണ്ട്? ഈ പറയുന്ന 2 കൊല്ലം കൊണ്ട് 65,000 പേരാണ് നിഷ്കരുണം ഇസ്രായേൽ കൊന്നൊടുക്കിയിട്ടുള്ളത്. അതിൽ 15,000 പേര് കുട്ടികളായിരുന്നു. അതിൽ പല കുട്ടികളുടെയും ഡെഡ് ബോഡി എന്ന് പറയുന്നത് ചിതറിത്തെറിച്ചതായിരുന്നു ഈ പെല്ലറ്റ് വീണിട്ട്. അതുകൊണ്ട് ആരുടേതാണ് ബോഡി എന്ന് തിരിച്ചറിയാൻ പറ്റാതെ സംസ്കരിക്കുന്ന ഒരു സമ്പ്രദായമാണ് അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നത്. ഇപ്പൊ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് മാന്യമായ ഒരു സംസ്കാരം കൊടുക്കാൻ വേണ്ടി അവിടുത്തെ രക്ഷിതാക്കളെടുത്ത ഒരു തീരുമാനം, ആ കുട്ടികളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അവരുടെ പേരും മേൽവിലാസവും പച്ച കുത്തുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു ചോദ്യമുണ്ട്, ഹമാസ് ഇത്രയും ഭീകരമായ ഒരു സൈനിക ശക്തിയോട് ഇത്രയും പൊട്ടത്തരം കാണിച്ചുകൊണ്ട് അവരാക്രമിക്കാൻ കയറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം, ഹമാസ് എത്ര കാലം ഇനി കാത്തിരിക്കുമെന്നുള്ളതാണ്. കാരണം മരണത്തെക്കാൾ ദുസ്സഹമാകുന്ന ഒരു അവസ്ഥയിലാണ്. വെള്ളം മുടക്കിയിരിക്കുന്നു, ആശുപത്രികൾ മുടക്കിയിരിക്കുന്നു, ദൈനംദിന ജീവസന്ധാരണത്തിനുള്ള എല്ലാ വഴികളും ജോലി ലഭിക്കുന്നില്ല, വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെടുന്നു. അവര് മരിച്ചു ജീവിക്കുന്ന ഒരു ജനതയാണ്. അപ്പൊ ആ ജനത പിന്നെ വേറെന്ത് ചെയ്യാനാണ്? അവർക്ക് ഇനി എത്ര കാലം കാത്തിരിക്കാൻ പറ്റും? പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സാറ്ററിസ്റ്റ് പറഞ്ഞ ഒരു കാര്യം ഈ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞത്, ചൈനക്കാർക്ക് എന്തുണ്ടാക്കാൻ പറ്റുമെന്നാണ്. ചൈനക്കാരിൽ നിങ്ങൾ എന്താ പറയുന്നത് അതൊക്കെ അവരുണ്ടാക്കി തരും. പക്ഷെ അവർക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാധനം പലസ്തീൻകാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്താണെന്നറിയോ? ധൈര്യം. എങ്ങനെയാണ് ഈ ധൈര്യം വരുന്നത്? പലസ്തീനിലെ ഒരു വീട് പോലും കൊല്ലപ്പെടാത്ത, പിതാക്കന്മാരില്ലാത്ത, ബലാത്സംഗം ചെയ്യപ്പെടാത്ത, പെങ്ങന്മാരില്ലാത്ത, കൊല ചെയ്യപ്പെടാത്ത, അമ്മമാരില്ലാത്ത ഒരു വീട് പോലും ഇല്ല ഇന്ന് പലസ്തീനിൽ. അതുകൊണ്ട് തന്നെ ആ അമ്മമാരുടെ, ആ രക്ഷിതാക്കളുടെ മക്കള്, ചെറുപ്പക്കാരായിട്ടുള്ള ഈ മക്കള്, നമ്മൾ പറയില്ലേ ക്ഷുഭിത യൗവനം, ആ ക്ഷുഭിത യൗവനത്തിന് മുമ്പിൽ എത്ര വലിയ സൈനിക ശക്തിയായാലും, നിങ്ങൾ ഈ റോയിറ്റേഴ്സ് ഒക്കെ മുന്നോട്ട് നമുക്ക് പ്രക്ഷേപിക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട്. ചെറിയ 5 വയസ്സായ കുട്ടികള് ഈ ഇസ്രായേൽ ടാങ്കറിന് നേരെ കല്ലെറിയുന്നു. അവർക്കറിയാം ആ കല്ലെറിഞ്ഞോണ്ട് ഒന്നും സംഭവിക്കില്ല ടാങ്കിന്. പക്ഷെ അത് അവരുടെ ഉള്ളിൽ പുകയുന്ന പ്രതികാരദാഹമാണ്. ആ പ്രതികാരദാഹമുള്ള ഒരു ജനതയാണ് ഇപ്പോൾ ഹമാസിലുള്ള. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് എല്ലാം തന്നെ ചെറിയ കുട്ടികളെയാണ്. കാരണം ഭാവി തലമുറ, ഇസ്രായേൽ വിരുദ്ധ തലമുറ ഇനി അവിടെ ബാക്കി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യഹത്യക്ക് അല്ലെങ്കിൽ വംശഹത്യയാണ് ഇപ്പം ഗാസയിൽ നടക്കുന്നത്. ഇനിയിപ്പോ അവസാനമായിട്ട് ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടെ പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിക്കുക. ഇന്ത്യ 1948 ഇസ്രായേൽ രൂപീകരിക്കുന്ന കാലത്ത് നമ്മുടെ മഹാത്മാജി വളരെ കൃത്യമായിട്ടൊരു നിലപാടെടുക്കുകയാണ്. പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രമുണ്ടാവണം, അതിനൊരിക്കലും വിഭജിക്കാൻ പാടില്ല. അവിടുത്തെ ജൂതന്മാരും
മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒത്തൊരുമയോടുകൂടി ഒരു രാഷ്ട്രത്തിന് കീഴിൽ നിൽക്കണമെന്നാണ് ഗാന്ധി. അതുകൊണ്ട് നാളിതുവരെയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും 2014 വരെ ഉള്ള എല്ലാ പ്രധാനമന്ത്രിമാരും ഇസ്രായേലിനെതിരായിരുന്നു, പലസ്തീനൊപ്പമായിരുന്നു. പക്ഷെ 2014 മുതൽ നമ്മളെ കളമാറി ചവിട്ടി ഇന്നിപ്പം ഇസ്രായേലിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. നമ്മെ ഈ മൊസാദ് പോലെയുള്ള സംഘമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല സോഫ്റ്റ്വെയറുകളും ക്രമീകരിക്കുന്നത് എന്ന് കൂടെ അത്രമേൽ സുഹൃത്ത് ബന്ധം നമുക്ക് ഇന്ന് ഇസ്രായേലുമായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മീൻ കാഫ് എന്ന് പറയുന്ന ഹിറ്റ്ലറിന്റെ ആത്മകഥ വിൽക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? പൊതുവെ ആ സംസ്ഥാനക്കാർ വായനയൊന്നുമില്ല, പക്ഷേ മീൻ കാഫ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സംസ്ഥാനം ഗുജറാത്താണ് എന്ന് കൂടെ നിങ്ങൾ തിരിച്ചറിയുക. അപ്പൊ ആ രീതിയിൽ വലിയ ദിശാമാറ്റം നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ നയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം. പക്ഷെ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫ്രാൻസും ബ്രിട്ടനുമൊക്കെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ ഒരു സാമ്പത്തിക ഉപരോധം വരെ കൊണ്ടുവരാനുള്ള രീതിയിലേക്ക് ഇസ്രായേല് അല്ലെങ്കിൽ പലസ്തീൻ രാജ്യം ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ ബ്രിട്ടനോ അമേരിക്കയുമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ സ്ഥാപിച്ച് അതിന്റെ എല്ലാ പാവഭാരവും അവരുടെ ചുമലിലാണെങ്കിൽ ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ബ്രിട്ടൻ ചുവട് മാറിയിട്ടുണ്ട്, ഫ്രാൻസ് ചുവടി മാറിയിട്ടുണ്ട്, കാനഡ മാറിയിട്ടുണ്ട്, ഓസ്ട്രേലിയ മാറിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്നിപ്പോ പലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മാത്രമല്ല, ന്യൂയോർക്കില്, ലണ്ടനില്, പാരീസില് തുടങ്ങിയിട്ടുള്ള വിവിധ മെട്രോപൊളിറ്റൻ സിറ്റികളിലെ യൂറോപ്യൻ സിറ്റികളിലൊക്കെ കോടിക്കണക്കിന് ആൾക്കാർ അണിനിരക്കുന്ന യുദ്ധവിരുദ്ധ റാലി, പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടക്കുന്നു. അങ്ങനെ ഒരു റാലി നടക്കാത്ത ഒരു തലസ്ഥാന നഗരി നമ്മുടെ ഡൽഹി മാത്രമാണ് എന്നുകൂടെ ഞാൻ ആനുഷംഗികമായിട്ട് അവസാനിപ്പിക്കുന്നത് ഒരു പലസ്തീൻ കവിയായ, നിങ്ങൾക്ക് പരിചയമുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായൊരു വരിയുണ്ട്, മുഹമ്മദ് ദർവിഷിന്റെ പ്രസിദ്ധമായൊരു വരിയുണ്ട്. അവസാനത്തെ ആകാശവും പിന്നിട്ടാൽ, അവസാനത്തെ ആകാശവും കഴിഞ്ഞാൽ പക്ഷികൾ പിന്നെ എങ്ങോട്ട് പറക്കും. ഇന്ന് ഗാസയിൽ നടക്കുന്നത് അതാണ്. അവര് ഈ തുമ്പ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഈ റഫ മേഖലയിലേക്ക് പോകാനുള്ളൂ. അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈജിപ്തിലെത്തും. അവരെ ഈജിപ്തിലേക്ക് ആട്ടിയോടിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും മുഹമ്മദ് ദർവിഷിനെ ഓർക്കുകയാണ്. മുഹമ്മദ് ദർവിഷിന്റെ കവിത ഇങ്ങനെയാണ്: യുദ്ധം അവസാനിക്കും, നേതാക്കൾ പരസ്പരം കൈകൊടുക്കും, ആ വൃദ്ധ തൻ്റെ മകന് വേണ്ടി പിന്നെയും കാത്തിരിക്കും, പെൺകുട്ടി തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടിയും കാത്തിരിക്കും, ആ കുട്ടികൾ തൻ്റെ ധീരനായ അച്ഛന് വേണ്ടി കാത്തിരിക്കും. എൻ്റെ മണ്ണ് വിറ്റതാരാണെന്ന് എനിക്കറിയില്ല, എൻ്റെ ജന്മദേശം വിറ്റതാരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിന് വില കൊടുത്തത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം, അതിന് വില കൊടുത്തത് ആരാണെന്ന് എനിക്കറിയാം. നന്ദി, നമസ്കാരം. പയ്യോളിയിൽ വന്ന് പയ്യോളിക്കാരോട് കുട്ടികൃഷ്ണ മാഷോട് പറ്റി സംസാരിക്കുക എന്നുള്ള ഒരു അതിസാഹസത്തിനാണ് ഞാൻ മുതിരുന്നത് എന്നറിയാം. എന്നാലും മാഷോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ ഉത്തരവാദിത്വം സ്വീകരിക്കുന്നത്. 2003 എൻ്റെ ഒരു കവിതാ പുസ്തകം ആദ്യമായും അവസാനമായും പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കവിത നാട്ടിൽ വെച്ച് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലേക്ക് അന്ന് രോഗബാധിതനായി കഴിഞ്ഞിരുന്ന
കുട്ടികസ് മാസ്റ്റർ ക്ഷണിക്കാൻ വേണ്ടി ഞാനും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത ഇവിടെ ഇരിക്കുന്ന പലരുടെയും സുഹൃത്തു കൂടിയായ പാറചന്ദ്രനും ഒരുമിച്ചാണ് മാഷുടെ വീട്ടിലേക്ക് പോയത്. ഒരു വൈകുന്നേരമായിരുന്നു, സന്ധ്യാസമയമായിട്ടുണ്ട്, മാഷ് വീട്ടിലില്ല. മാഷ് പയ്യോളി സ്കൂളിലേക്ക് പോയിരിക്കുകയാണ്. വൈകുന്നേരം ചില സമയത്ത് അങ്ങനെ പോയിരിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ നിന്ന് പയ്യോളി സ്കൂളിലേക്ക് പോയി. പയ്യോളി സ്കൂളിലേക്ക് ആ സ്റ്റേജിൻ്റെ മുകളിൽ സ്റ്റേജിൽ മാഷ് ഒറ്റയ്ക്കിരിക്കുകയാണ്. ഇന്ന് പുകവലി രോഗം കാരണം യഥാർത്ഥത്തിൽ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടുകാരൊന്നും അറിയാതെ അവിടെ വെച്ച് വലിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചു, മാഷേ ഈ വലിയത്ര ശരിയല്ല. മാഷ് പറഞ്ഞ ആകാശത്ത് നോക്കടാ, പകല് അവസാനിക്കാറായിരിക്കുന്നു. പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ പകൽ അവസാനിച്ചു എന്നുള്ളതാണ് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത്. ആ ഇരുട്ട് കുട്ടീഷ് മാസ്റ്റർ പോയി എന്നുള്ളതിൻ്റെ ഒരു ഇരുട്ട് മാത്രമല്ല, പിന്നീട് പടിപടിയായി കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത്, കേരളത്തിൻ്റെ അല്ല പൊതുവിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ അതിഭീഷണമായ തരത്തിൽ ഇരുട്ട് പടർന്ന അനുഭവം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. മാഷ് ഞാനുമായി ഇന്നലെ നെരൂദയുടെ ചരമദിനമാണ്. നെരൂദ ലോകത്തിൽ സൗഭ്രാത്രം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് തൻ്റെ കവിതയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു സൗഭ്രാത്രം 10-20 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഒരു സമശീർഷരായി സംസാരിക്കാനും ഇടപെടാനും കഴിയുന്ന തരത്തിലുള്ള സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുന്നത്ര വിശാല മനസ്കനായിരുന്നു സഖാവ് രാമൻകുട്ടി കൃഷ്ണൻ. ഞാനൊക്കെ അന്ന് വളരെ ചെറിയ പ്രായത്തിലാണ് മാഷുമായിട്ട് ബന്ധപ്പെടുന്നത്, 10-22 വയസ്സുള്ള സമയത്ത്. പക്ഷെ ആ സമയത്തും തനിക്ക് തുല്യനായ ഒരാൾ എന്ന പോലെ പെരുമാറാൻ, അത്തരമൊരു ഇപ്പം മനസ്സിലാക്കുന്ന സമയത്ത് വാത്സല്യം, സ്നേഹം, ഇതൊക്കെ സൂക്ഷിക്കാൻ അത്രയും കോംറേഡ്ഷിപ്പ് എന്ന് പറയാവുന്ന വൈകാരികത വെച്ച് പുലർത്തിയ ആൾ എന്നുള്ള നിലയിലാണ് കുട്ടീഷ് മാഷ് എൻ്റെ അനുഭവത്തിലുള്ളത്. നേരത്തെ സതീഷ് മാഷ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ആ കവിതാ പ്രകാശനത്തിന് വളരെ അഭിമാനത്തോടുകൂടി ഇപ്പോൾ ഓർക്കുന്നത്, ഇപ്പം ഞാൻ കവിതയിൽ അത്ര സജീവമല്ല, അതിൽ പങ്കെടുത്ത 4 ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ആറ്റൂരായിരുന്നു പുസ്തകം പ്രകാശനം ചെയ്തത്. ആറ്റൂരെ ഓർമ്മ TH കുഞ്ഞിരാമൻ നമ്പ്യാറാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. കുട്ടീഷ് മാഷാണ് മുഖ്യാതിഥി. റഷീദ് കണിച്ചേരി മാഷ്, ഞാനൊരു അധ്യാപകനായിരുന്നു, റഷീദ് കണിച്ചേരി മാഷാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട അധ്യാപകരുണ്ടായിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായിട്ടാണ് ഞാനത് കണക്ക് കൂട്ടുന്നത്. ആ ഫോട്ടോ ഞാൻ മറ്റു സാധാരണഗതിയിൽ ഫോട്ടോയിലൊന്നും വലിയ താല്പര്യമില്ലാത്തതാണ്, പക്ഷേ ആ ഫോട്ടോ ഞാൻ വളരെ പ്രധാനപ്പെട്ടതായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആറ്റൂർ രവിവർമ്മ, TH കുഞ്ഞിരാമൻ നമ്പ്യാർ, രാമൻകുട്ടി കൃഷ്ണൻ മാസ്റ്റർ, അവരോടൊപ്പം ഞാനും ഇരിക്കുന്ന ഒരു ഫോട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു വിലപ്പെട്ട നിധിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. മാഷെ പരിചയപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ എൻ്റെ കർമ്മ മേഖലകളെ പയ്യോളിക്കാരോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. പ്രഭാഷകൻ, അധ്യാപകൻ, മികച്ച അധ്യാപകൻ, അങ്ങനെ ഒരു മനുഷ്യന് ജീവിതത്തിൽ വ്യാപരിക്കാവുന്ന ഒട്ടേറെ മേഖലകളിൽ ഏറ്റവും മികവാർന്ന ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തിത്വമായിട്ടാണ് മാഷ് നിൽക്കുന്നത്. അതിൽ വളരെ 2 പ്രധാനപ്പെട്ട, ഇപ്പോൾ പലസ്തീൻ അനുസ്മരണം നമ്മൾ നടത്തുന്നതിൻ്റെ യുക്തി സതീഷ് മാഷ് വിശദീകരിച്ചു. അതിൻ്റെ മറ്റൊരു തലം കുട്ടീഷ് മാഷ ജീവിതവുമായി അല്ലെങ്കിൽ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഓർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എനിക്ക് തോന്നുന്നു. 1991 സംഭവിച്ച കാര്യങ്ങൾ. 1991 പൊതു തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എന്നാണ് കോലി ബി സഖ്യം
കേരളത്തിൽ പരീക്ഷിക്കപ്പെടുന്നത്. ആ കോലീബി സഖ്യത്തിലേക്ക് നയിച്ച ദേശീയവും പ്രാദേശികവുമായ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. VP സിംഗിന്റെ ഗവൺമെന്റിന്റെ അനുഭവം, മണ്ഡൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് രൂപപ്പെട്ട അന്നത്തെ പ്രത്യേക സാഹചര്യം, അദ്വാനിയുടെ രഥയാത്ര രാജ്യത്ത് രൂപപ്പെടുത്തിയ സാഹചര്യം, അദ്വാനിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നിട്ടുള്ള സാഹചര്യം, ഇങ്ങനെയൊക്കെ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ KP ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി, അഡ്വക്കേറ്റ് രത്നസിംഗ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. പക്ഷെ പിന്നീട് വെളിപ്പെടുകയാണ്, ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ വെളിപ്പെടുകയാണ്, രത്നസിംഗിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പിന്നിൽ അതിനിഗൂഢമായ ചില രാഷ്ട്രീയ സമീപനങ്ങളും ഇടപെടലുകളുമുണ്ട്. ബേപ്പൂരിൽ നിയമസഭാ മണ്ഡലത്തിൽ ഡോക്ടർ മാധവൻകുട്ടി മത്സരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കൊടുക്കൽ വാങ്ങലുകൾ അന്നത്തെ ഐക്യജനാധിപത്യ മുന്നണിയും BJPയും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പഴയ കേന്ദ്രമന്ത്രിയായി നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ പരാജയപ്പെടുത്താൻ ആവശ്യമായ ഒരു വലിയ ശ്രമമാണ് നടത്തുന്നത്. ഞങ്ങളൊക്കെ ഒന്ന് ഞാനൊക്കെ വ്യക്തിപരമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമല്ല. പക്ഷെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇടപെടേണ്ട ഒരു ബോധ്യം ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾക്കുണ്ടാവുന്നു. ഞങ്ങളത് ഏത് രൂപത്തിൽ പ്രകടമാക്കണം എന്നതിനെ സംബന്ധിച്ച് മാഷോടാണ് അഭിപ്രായം ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇതിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയും? ഇപ്പൊ കുട്ടീഷ് മാഷാണ് നിർദ്ദേശം വെക്കുന്നത്, സാംസ്കാരിക രംഗത്തുള്ള ഇടപെടൽ തെരഞ്ഞെടുപ്പിൽ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സംഘപരിവാറിനെ തുറന്നു കാണിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ ഇടപെടൽ നിങ്ങൾക്ക് നടത്താൻ കഴിയും. അതിന് പഴയ രേഖകൾ പരിശോധിക്കുക, രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ മതനിരപേക്ഷമായ നിലപാട് ജനങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിക്കുക, ഈ വലതുപക്ഷ മുന്നണിയും BJPയും തമ്മിലുള്ള യോജിപ്പിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ച് അത് എക്സ്പോസ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് നിർവഹിക്കാനാകും എന്നുള്ള രൂപത്തിൽ ബോധ്യപ്പെടുത്തുന്ന മാഷാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘം ഒരു പോസ്റ്റർ പ്രദർശനം അന്ന് തയ്യാറാക്കിയിരുന്നു. പഴയ പത്ര കട്ടിങ്ങുകളും മറ്റു കട്ടിങ്ങുകളൊക്കെ തയ്യാറാക്കി വളരെ ശ്രമകരമായൊരു ഗവേഷണ പ്രവർത്തനം തന്നെ നടത്തിയിട്ടാണ് കുറേ കാര്യങ്ങൾ സംഘടിപ്പിച്ച് ഒരു പോസ്റ്റർ പ്രദർശനം തയ്യാറാക്കിയത്. അന്ന് പിന്നീട് സംഘടനാപരമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി ഒരു സഞ്ചരിക്കുന്ന പ്രദർശനം എന്നുള്ള നിലയിൽ ആ പ്രദർശനം സഞ്ചരിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ ആ പ്രദർശനത്തോടൊപ്പം തന്റെ പ്രഭാഷണ ചാതുര്യം മുഴുവൻ പ്രയോഗിച്ചുകൊണ്ട് സംഘപരിവാറിനെ കടന്നാക്രമിക്കാൻ തയ്യാറായി ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച ആൾ കൂടിയാണ് കുട്ടീഷ് മാഷ്. 91 മാഷ് സർക്കാർ ജീവനക്കാരൻ കൂടിയാണ്, സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ്. അത് ചന്ദ്രൻ ചോദിച്ചു, മാഷെ ആന പാറുന്ന കാറ്റാനുള്ള എന്താ കാര്യം? ആന പാറുന്ന കാറ്റിൽ ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് മാഷെന്ന് ചോദിച്ചത്. അപ്പൊ ആ രൂപത്തിൽ എങ്ങനെയാണ് ഈ സമൂഹത്തെ തകർക്കുന്ന രാഷ്ട്രീയ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച്, അതിന് ആത്മാർപ്പണത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളോടൊപ്പം നിന്ന് മാതൃക കാണിച്ച അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടീഷ് മാഷ അനുസ്മരിക്കുന്ന സമയത്ത് ഏറ്റവും വ്യക്തതയോടുകൂടി ദീപ്രമായി നിൽക്കുന്നു. ആ രാഷ്ട്രീയ നിലപാട് ഒരുപക്ഷെ ഇന്ന് ഏറ്റവും പ്രസക്തമാണ്. പിന്നീടാണ് 92 സംഭവിക്കുന്നത്. ഇന്ത്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ഇരുട്ടിലേക്ക് പതിക്കുന്നത്. അന്നത്തെ പോരാട്ടം താൽക്കാലികമായെങ്കിലും വിജയിച്ചിട്ടുണ്ട്. കേരളത്തിൽ അന്ന് BJPയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വലിയ കൂട്ടായ ശ്രമം
വടകരയും ബേപ്പൂരും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ കാലത്തും അങ്ങനെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. നമ്മളിപ്പോഴും ആ പ്രതിരോധവും പോരാട്ടവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആവശ്യകത ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനമാണ് എന്ന് കുട്ടീശ്വര മാഷ് അന്ന് സ്വീകരിച്ച ആ നിലപാടുകളിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ തീക്ഷ്ണമായി തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തെ കടന്നാക്രമിക്കാൻ ആ ഘട്ടത്തിലും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അന്ന് ഈ സാംസ്കാരിക രംഗത്തുള്ള ഇടപെടലിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ വിലമതിക്കുന്നത് അതിനെയാണ്. വളരെ പ്രകടമായ രാഷ്ട്രീയ നിലപാട് തന്നെ ആ കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിപത്തിനെതിരായ തന്റെ നിലപാട് പ്രഖ്യാപനം ആ ഘട്ടത്തിൽ അദ്ദേഹം വളരെ ഫലപ്രദമായി തന്നെ നടത്തിയിട്ടുണ്ട്. അതേ വർഷത്തിൽ തന്നെയാണ് മറ്റൊരു അനുഭവം ഉണ്ടാകുന്നത്. കേളുവട്ടം മരിക്കുന്ന സമയത്ത് കേളുവട്ടന്റെ മൃതദേഹം കോഴിക്കോട് നിന്ന് വടകരയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ മുമ്പിൽ അനൗൺസ് ചെയ്തത് മാഷാണ്. അപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള സുഹൃത്ത് സംഘം യാദൃച്ഛികമായി ഈ സംഘത്തോടൊപ്പം മാഷയുടെ വണ്ടിയുടെ പിന്നിലുള്ളത്. ഏതാണ്ട് ഞങ്ങൾ അതിനോട് ചേരുന്നത് കുറച്ചിപ്പുറത്തുനിന്നാണ്, കോഴിക്കോടിന് കുറച്ചിപ്പുറത്തുനിന്നാണ്. വടകരയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് വരുന്ന വഴിയിൽ ഇതിന്റെ പിന്നാലെ കൂടുക. അവിടെ നിന്ന് വടകര വരെ മാഷയുടെ ഈ അനൗൺസ്മെന്റ് കേട്ടിരുന്നത് ഭാഷയെ സംബന്ധിച്ചും ഭാഷ എങ്ങനെ ഒരു വൈകാരികമായ അനുഭവമാക്കി മാറ്റാൻ സംബന്ധിക്കും എന്നതിനെ സംബന്ധിച്ചും ഒക്കെ മാഷ്ക്ക് കേളുവട്ടനോടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും ആ രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യവും ഒക്കെ പ്രകടമാകുന്ന തരത്തിൽ അതൊരു വലിയ അനുഭവമായി. കേളുവട്ടനോടുള്ള വൈകാരികമായ അടുപ്പവും ആഭിമുഖ്യവും ഒക്കെ നിലനിൽക്കെ തന്നെ കുട്ടീശ്വര മാഷയുടെ ഈ ഭാഷാപരമായ ചാതുര്യം ഇത്തരമൊരു സന്ദർഭത്തിൽ, ഒരു സാധാരണ പ്രഭാഷണത്തിന്റെ സന്ദർഭത്തിൽ ഒരു മൈക്ക് അനൗൺസ്മെന്റ് ഉണ്ട്. ആ അനൗൺസ്മെന്റിനകത്ത് പ്രകടമായതിന്റെ ആ ഒരു ഭാഷാപരമായ സിദ്ധി എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ്. അത് എന്താ അസാധാരണമായൊരു അനുഭവം. അത് മറ്റു ചില ഘട്ടങ്ങളിൽ ചില സൂക്ഷ്മാംശങ്ങളിൽ തിരിച്ചറിയാനും അത് പാഠമാക്കാനും, സതീഷ് സൂചിപ്പിച്ചതുപോലെ കള്ളനും മോഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം പോലെയുള്ള ഭാഷയുടെ സൂക്ഷ്മമായ പ്രയോഗങ്ങളെ സംബന്ധിച്ച്, ഭാഷാ വ്യാകരണത്തിന്റെ സാധ്യതകളെ സംബന്ധിച്ചൊക്കെ തന്നെ പലപ്പോഴും മറ്റു പല സന്ദർഭങ്ങളിലും മാഷയുടെ സംസാരങ്ങളിൽ നിന്ന്, ചില പരിഹാസങ്ങളിൽ നിന്ന്, ചില കളിയാക്കലുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന അവസരങ്ങളുണ്ടായിരുന്നു. മാഷ് നേരിട്ട് എൻ്റെ അധ്യാപകനല്ല, പക്ഷെ ഏത് അധ്യാപകനേക്കാളും വലിയ അധ്യാപകനായി ഞാൻ പരിഗണിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കവിതകളെക്കുറിച്ചുള്ള സങ്കല്പം ആ ഘട്ടത്തിൽ കവിതയിൽ വളരെ ഗൗരവത്തോടു കൂടി കണ്ടിരുന്ന എൻ്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ഒരുപാട് പാഠങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാഷിൽ നിന്ന് നേരിട്ടല്ലെങ്കിലും മാഷയുടെ എഴുത്തുകളിൽ നിന്ന്, മാഷയുടെ പ്രഭാഷണങ്ങളിൽ നിന്ന്, മാഷയുടെ ചായക്കട സംസാരങ്ങളിൽ നിന്നൊക്കെ തന്നെ ആ തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കാഴ്ചപ്പാടുകളിൽ, എൻ്റെ സാഹിത്യ സാംസ്കാരിക സമീപനങ്ങളിലെല്ലാം തന്നെ ഗുണകരമായിട്ടുണ്ട് എന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷ് കൃത്യമായ നിലപാടുകൾ ഈ സാംസ്കാരിക സാഹിത്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് എപ്പോഴും ഇടപെട്ടിട്ടുള്ളത്. സാധാരണഗതിയിലുള്ള പൊതുബോധത്തിൽ നിന്ന് വ്യത്യസ്തമായ പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആ ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത്, ഇപ്പം വടകര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന രണ്ട് പ്രദേശങ്ങളാണ് പയ്യോളിയും തിക്കോടിയും. കാരണം ഇവിടെ നിന്ന് വളരെ സജീവമായ സാംസ്കാരിക പ്രവർത്തനം നടത്തുകയാണ്. ഫിലിം സൊസൈറ്റികളുണ്ട്, മറ്റ് സാംസ്കാരിക സംഘങ്ങളുണ്ട്. ഇതുപോലുള്ള പരിപാടികൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കവിത എഴുതുന്ന ആൾക്ക് കവിത വായിക്കാൻ, ഇതുപോലുള്ള പ്രഭാഷകന്മാർ വരുന്ന സമയത്ത് അവരുടെ പ്രഭാഷണം കേൾക്കാനൊക്കെ ഓടിയെത്താൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ കുട്ടീശ്വരന്മാരുടെ നിരന്തര സാന്നിധ്യം ഉണ്ടാവും, നിരന്തര സമ്പർക്കം ഉണ്ടാവും. അതിൻ്റെതായ ചില പഠനങ്ങളും അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്കെല്ലാം രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു ജീവിതത്തിൽ. അപ്പോൾ തികച്ചും വ്യക്തിപരമായ ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാഷ വിലയിരുത്തുന്ന സമയത്ത്
കേരളത്തിലെ ഇടതുപക്ഷ സാംസ്കാരിക രംഗത്ത് മാഷ് നടത്തിയിട്ടുള്ള വലിയ സംഭാവനകളുണ്ട്. അതൊന്ന്, ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലുകളാണ്. ഇന്ന് പുരോഗമന കലാസാഹിത്യ സംഘം കേരളത്തിലെ എണ്ണപ്പെട്ട ഒരു സാംസ്കാരിക സംഘടനയാണ്. ആ സാംസ്കാരിക സംഘടനയ്ക്ക് കൃത്യമായ സാംസ്കാരിക നിലപാടുകൾ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പാകെ പറയാൻ കഴിയുന്നുണ്ട്. അപ്പം അത്തരമൊരു അവസ്ഥയിലേക്ക് വിവിധ ഘട്ടങ്ങളിലായി രൂപപരിണാമം വന്ന ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട സംഘാടകരിലൊരാളാണ് കൃഷ്ണമാഷ്. ആ നിലയിൽ അദ്ദേഹം കേരളത്തിന് തന്നെ നൽകിയ വലിയ സംഭാവന നമ്മൾ ഈ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ വ്യക്തിപരമായ അനുഭവങ്ങളോടൊപ്പം ഞാൻ ആദരവോടുകൂടി കാണുകയാണ്. ഒരു നിരൂപകൻ എന്നുള്ള നിലയിൽ ഇപ്പം എനിക്ക് ഏറ്റവും രസകരമായ ഓർമ്മയുള്ളത്, അന്ന് ഈ 70കളുടെ 80കളുടെയും തുടക്കത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടൊക്കെ സജീവമായി കവിതാരംഗത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. വൃത്തം ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. വൃത്തനിരാസത്തിന്റെ ഒരു ഘട്ടം കൂടിയായിരുന്നു. കർഷകന്റെ മാംസ ആണ് സച്ചിദാനന്ദന്റെ ഒരു കവിതയുണ്ട് വൃത്തത്തെ സംബന്ധിച്ച്. അപ്പൊ അത്തരത്തിലുള്ള ചില തെറ്റായ ധാരണകളും കവിതയെ സംബന്ധിച്ചും വൃത്തത്തെ സംബന്ധിച്ചും ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ബാലചന്ദ്രന്റെ കവിതയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ പരമ്പരാഗത വൃത്ത സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആളുകൾക്ക് അനുഭവിക്കുകയും ചെയ്യുന്നത്. മാപ്പുസാക്ഷി, പ്രസിദ്ധമായ മാപ്പുസാക്ഷി ബാലചന്ദ്രൻ ചൊല്ലുമ്പോഴും പിന്നീട് മറ്റ് കവികൾ ചെല്ലുമ്പോഴൊക്കെ വലിയ വൈകാരിക ആഘാതം ഉണ്ടാകുന്ന രീതിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. ജോസഫ് ഒരോർമതൻ ക്രൂരമാം സൗഹൃദം ശ്വാസനാളം കീറും അന്ധവേഗങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലാണ് പൊതുവിൽ ആ കവിത അവതരിപ്പിക്കാറുള്ളത്. കവിതയാണ് മാഷ് ഒരിക്കല് ജോസഫ് ഓരോർമതൻ ക്രൂരമാം സൗഹൃദം ശ്വാസനാളം കീറും അന്ധവേഗങ്ങളിൽ എന്ന് ചൊല്ലുന്നത്. ഇപ്പോഴാണ് ഇത് വൃത്തം ശരിയാണ്, വൃത്തത്തിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഈ അവതരണത്തിലാണ് ഇതിന്റെ മുഴക്കം മുഴുവൻ വരുത്തുന്നത് എന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നു. അപ്പോൾ ഒരു വൃത്തനിരാസമല്ല, അതിന്റെ സമകാലികമായ ഏറ്റവും ആഘാതം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ പ്രയോഗിക്കലാണ് പ്രശ്നം എന്നുള്ള ഒരു പുതിയ പാഠമാണ് യഥാർത്ഥത്തിൽ മാഷ് അന്ന് നൽകിയിട്ടുള്ളത്. അപ്പം അതുപോലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ മാഷ് ഓർക്കുന്ന സമയത്തുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരുപക്ഷെ മാഷ് ഈ സദസ്സിലോ വേദിയിലോ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ ആവശ്യപ്പെടുക പലസ്തീനെ സംബന്ധിച്ച്, ഗാസയെ സംബന്ധിച്ച് സംസാരിക്കുക എന്നത് തന്നെയാണ്. കാരണം ഇന്നത്തെ ജീവൽ പ്രശ്നം ലീലാവതി ടീച്ചർ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ തടയുന്ന, മറ്റൊരു പറഞ്ഞതുപോലെ ഉണ്ണുമ്പോൾ ഉരുളയിൽ ചോര എന്നതുപോലെ മനുഷ്യത്വമുള്ള ഏത് മനുഷ്യനെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയം നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അതിനെപ്പറ്റി വളരെ ഉത്തരവാദിത്വത്തോടെയും ജാഗ്രതയോടെയും സംസാരിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നത് എം കുട്ടികൃഷ്ണനെ പോലെയുള്ള എം കുട്ടികൃഷ്ണൻ മാഷോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവ്. അപ്പോൾ അതിനുള്ള സമയം ഞാൻ അപഹരിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അടിയന്തരാവസ്ഥാനാന്തര കാലത്താണ് ഞങ്ങളുടെയൊക്കെ കൗമാരം വരുന്നത്. അപ്പോൾ ആ സമയത്ത് രണ്ട് പേരുകൾ വലിയ രൂപത്തിൽ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്ന് എം കൃഷ്ണൻകുട്ടിയും എം കുട്ടികൃഷ്ണനും. എം കൃഷ്ണൻകുട്ടി കവിത എഴുതിയിട്ടാണ്, നേരിട്ട് പരിചയമൊന്നുമില്ല നമുക്ക്. അടിയന്തരാവസ്ഥക്കാലത്ത് കവിത എഴുതുന്നതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. എം കുട്ടികൃഷ്ണൻ അതിൻ്റെ രാഷ്ട്രീയം വിശദീകരിക്കുകയും ജനങ്ങളോട് സംസാരിക്കുകയും അത് സംഘടനാപരമായി മറ്റൊരു തരത്തിലാണ് ഞങ്ങൾ അതിനെ നോക്കിക്കണ്ടിരുന്നതെങ്കിലും സംഘടനാപരമായി ഏറ്റവും സൗഹാർദ്ദത്തോടെയും സൗഭ്രാതത്തോടെയും ഇടതുപക്ഷ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ പ്രസക്തി അത്തരമൊരു സന്ദർഭത്തിൽ എത്രയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഓർമ്മകളൊക്കെ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് എം കുട്ടികൃഷ്ണ മാസ്റ്ററുള്ള സ്നേഹ സൗഹാർദ്ദങ്ങൾ അഭിമാനത്തോടുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 21 വർഷം കഴിഞ്ഞു. എം കുട്ടികൃഷ്ണൻ മാസ്റ്റർ എന്നുള്ളത് പയ്യോളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വികാരമാണ്. കുട്ടികൃഷ്ണൻ മാഷ് പയ്യോളി ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു.
പുരോഗമന സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ദേശാഭിമാനി സ്റ്റഡി സർക്കിളിന്റെ അമരക്കാരനായിരുന്നു. സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്നു. അതിനെല്ലാം ഉപരി ഈ പ്രദേശത്തെ സാംസ്കാരിക പ്രവർത്തനത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ലൊരു വാഗ്മിയായിരുന്നു. ഈ പയ്യോളിയിൽ ഒരു കാലത്ത്, ഞാനെല്ലാം ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത്, മടപ്പള്ളി കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. ആ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഈ ബിൽഡിങ്ങിന് മുകളിൽ ഇതാണ് AKG ഗ്രന്ഥാലയം. ആ AKG ഗ്രന്ഥാലയത്തിന്റെ AKG ദിനം ആഘോഷിക്കുന്നത് മിക്കവാറും കുട്ടിക്കൃഷ്ണൻ മാഷിന്റെ പ്രസംഗത്തോടു കൂടിയായിരിക്കും. ഏറ്റവും മനോഹരമായി കവിത ചൊല്ലുകയും ആ കവിത വിശദീകരിക്കുകയും എല്ലാം ചെയ്തിരുന്ന കുട്ടിക്കൃഷ്ണൻ മാഷ്. ഒരു ദിവസം ഞാൻ മടപ്പള്ളി കോളേജിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രസംഗത്തിൽ കുട്ടിക്കൃഷ്ണൻ മാഷ് അന്ന് കവിത മനോഹരമായി ചെല്ലുക മാത്രമല്ല, അതിന്റെ വിശദീകരണം കേട്ടിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ അന്നാണ് എനിക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടാകുന്നത്. അത് അയ്യപ്പ പണിക്കരുടെ കവിതയാണെന്നാണ് തോന്നുന്നത്. വെറുമൊരു മോഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിക്കരുതേ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വെറുമൊരു മോഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിക്കരുതേ. അന്ന് ആ പ്രസംഗത്തിൽ മാഷ് സ്ഥാപിച്ചത് കള്ളനും മോഷ്ടാവും രണ്ടാണ് എന്നുള്ളതാണ്. അതുവരെ അർത്ഥം പഠിക്കുന്ന ക്ലാസ്സിൽ മോഷ്ടാവ് സമം കള്ളൻ, അങ്ങനെ കുറെ സമവാക്യങ്ങൾ പഠിച്ച ഞങ്ങളെ പോലെയുള്ള ആളുകളാണ് ഓരോ വാക്കിനും പ്രത്യേക അർത്ഥമുണ്ടെന്നും ആ അർത്ഥതലങ്ങൾ അതിന്റെ സന്ദർഭത്തിലാണ് രൂപപ്പെടുന്നത് എന്നും അങ്ങനെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി കാര്യങ്ങളെ പരിശോധിക്കുന്ന രീതിയെ കേവലമായ പരിശോധന രീതി എന്നാണെന്നും അതുകൊണ്ട് ആ കേവലമായ പരിശോധന രീതിക്കപ്പുറമാണ് മനുഷ്യൻ ആലോചിക്കേണ്ടത് എന്നും ഈ നാട്ടിലെ സാധാരണയായ മനുഷ്യരെ പഠിപ്പിച്ച അധ്യാപകന്റെ പേര് കൂടിയാണ് M. കുട്ടിക്കൃഷ്ണൻ എന്നുള്ളത്. അതായത് കുട്ടിക്കൃഷ്ണൻ മാഷിന്റെ ഒരു പ്രത്യേകത എല്ലാ അധികാര രൂപങ്ങളുമായി നിരന്തരം സമരത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഏതെല്ലാം അധികാര രൂപങ്ങളുണ്ടോ ആ അധികാര രൂപങ്ങളുമായി നിരന്തരം സമരത്തിൽ ഏർപ്പെടുകയും അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ പ്രായോഗിക ജീവിതത്തിലും സൈദ്ധാന്തിക ജീവിതത്തിലും സമരത്തിന് നേതൃത്വം കൊടുക്കുകയും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുമായി സൗഹൃദം പങ്കിടുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുകയും ചെയ്ത സാംസ്കാരിക പ്രവർത്തകന്റെ പേര് കൂടിയാണ് M. കുട്ടിക്കൃഷ്ണൻ മാസ്റ്റർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ രാഷ്ട്രീയത്തിനും മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറം കുട്ടിക്കൃഷ്ണൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഒരു വൈകാരിക തലമായിരുന്നു. അതിനെ ഓർമ്മിക്കുന്നത് അധികാരവുമായി എന്നും ഏറ്റുമുട്ടിയിട്ടുള്ള കുട്ടിക്കൃഷ്ണൻ മാസ്റ്ററുടെ ആശയത്തെ ഇന്നും പ്രസക്തമാക്കുന്ന രൂപത്തിലുള്ള ഒരു വിഷയവും കൂടി അനുസ്മരണത്തോടു കൂടി ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് M. കുട്ടിക്കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ സമയത്ത് തന്നെ M. കുട്ടിക്കൃഷ്ണൻ മാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തെരുവുകളിൽ മുഴുവൻ തന്നെ ഈ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭീകരമായ ആക്രമണത്തിനെതിരെ സ്വന്തം നാട്ടിൽ ജനിച്ചുപോയി എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികള്, സ്ത്രീകള്, മനുഷ്യര് അവരെ ആക്രമിക്കപ്പെടുമ്പോ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തന്റെ നാവ് നിർത്താതെ പ്രസംഗിക്കാൻ, നാവിന് വിശ്രമമില്ലാതെ പ്രഭാഷണം നടത്താൻ തയ്യാറായ കുട്ടിക്കൃഷ്ണൻ മാഷെ അനുസ്മരിക്കുമ്പോ തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ടത് ഏതാണ്? പാലസ്തീൻ ജനത ഇന്ന് ലോകത്ത് അനുഭവിക്കുന്ന മറ്റൊരു ജനതയും അനുഭവിക്കാത്ത രൂപത്തിലുള്ള വംശഹത്യയെ കുറിച്ചുള്ള ചർച്ച നടത്തേണ്ടതുണ്ട്. അനുസ്മരണം ആ രൂപത്തിലാണ് അത് സാർത്ഥകമാകുക. കുട്ടിക്കൃഷ്ണൻ മാഷിന്റെ ഓർമ്മ സ്മരണയെ നമ്മൾ പ്രതിരോധാക്കി മാറ്റുകയാണ്. ഓരോ സ്മരണകളും പ്രതിരോധാക്കി മാറ്റേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ അർത്ഥത്തിലാണ് കുട്ടിക്കൃഷ്ണൻ മാസ്റ്ററുടെ അനുസ്മരണ പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം ഏറ്റെടുത്തിട്ടുള്ളത്. ആ അർത്ഥത്തിലാണ് കണ്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അനുസ്മരണ പ്രഭാഷണത്തോടൊപ്പം